ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ വീഡിയോസ് എല്ലാം കാണുകയും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു പൊടി ഇഡ്ഡലിയാണ്. അത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ വീട്ടിൽ ഇഡ്ഡലി മാവൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഇഡ്ഡലി മാവിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഞാൻ കരുതുന്നു. അറിയാത്തവരുണ്ടെങ്കിൽ ഞാനൊരു ഇഡ്ഡലിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. എല്ലാവരും അത് കണ്ടു നോക്കുക. നമുക്ക് ഈ പൊടി ഇഡ്ഡലി ഉണ്ടാക്കാൻ തുടങ്ങാം. ഇഡ്ഡലി ഉണ്ടാക്കാനുള്ള മാവാണിത്. ഞാനിത് രാത്രി അരച്ചു വെച്ചതാണ്. 1 കപ്പ് പച്ചരിയും 1/2 കപ്പ് ഉഴുന്നും 1/4 കപ്പ് ചോറും കൂടി അരച്ച് ഉപ്പ് കലക്കി വെച്ച മാവാണിത്. ഞാൻ പറഞ്ഞ അളവിൽ ഉണ്ടാക്കിയാൽ നല്ല പെർഫെക്റ്റ് സോഫ്റ്റ് ഇഡ്ഡലി നിങ്ങൾക്ക് ഉണ്ടാക്കാം. തുടക്കക്കാർക്കെല്ലാം വളരെ ഈസിയായി ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ്. ഇഡ്ഡലി വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. ആവശ്യമുണ്ടെങ്കിൽ അത് കണ്ടു നോക്കുക. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ ചെറിയ കുഴിയിലുള്ള ഇഡ്ഡലിത്തട്ടാണ്. നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും. നിങ്ങളുടെ കയ്യിൽ ഇതുപോലുള്ള തട്ടില്ലെങ്കിൽ സാധാരണ ഇഡ്ഡലി ഉണ്ടാക്കി അത് 4-5 പീസായിട്ട് മുറിച്ചെടുത്തും പൊടി ഇഡ്ഡലി ഉണ്ടാക്കാം. ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കിയ ഇഡ്ഡലി ബാക്കിയുണ്ടെങ്കിൽ അത് കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് നമുക്ക് ഇതുപോലെ പൊടി ഇഡ്ഡലി ഉണ്ടാക്കാവുന്നതാണ്. ഇഡ്ഡലിത്തട്ടിന്റെ കുഴിയിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കണം. ഒരു കൈ കൊണ്ടോ ബ്രഷ് കൊണ്ടോ നമുക്ക് എല്ലാ കുഴിയിലും എണ്ണ തേച്ച് കൊടുക്കാം. ഇനി എണ്ണ തടവി വെച്ചിരിക്കുന്ന ഇഡ്ഡലിത്തട്ടിലേക്ക് കുറേശ്ശെ മാവ് ഒരു സ്പൂൺ കൊണ്ട് ഇട്ട് കൊടുക്കാം. കൂടുതൽ മാവൊന്നും ഒഴിക്കണ്ട. ആ കുഴിയിൽ കൊള്ളാൻ പാകത്തിന് മാവ് സ്പൂൺ കൊണ്ട് കോരി ഒഴിച്ചു കൊടുത്താൽ മതി. ഒരു തട്ടിൽ ഒരു 15 ഇഡ്ഡലി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ ഇതുപോലെയുള്ള 2 തട്ടിൽ ആണ് ഇഡ്ഡലി ഉണ്ടാക്കുന്നത്. ഇപ്പോൾ മാവെല്ലാം ഇട്ട് കഴിഞ്ഞ് ഇനി നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാൻ തുടങ്ങാം. സ്റ്റീമറിന്റെ താഴത്തെ പാത്രത്തിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് സ്റ്റൗവിൽ വെക്കാം. അതിന്റെ പുറത്തേക്ക് നമുക്ക് അതിന്റെ മുകളിൽ തട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇഡ്ഡലി മാവ് ഒഴിച്ചു വെച്ചിരിക്കുന്ന തട്ട് കൂടെ വെച്ചു കൊടുക്കാം. അതിനുശേഷം സ്റ്റീമർ മൂടാം. വളരെ ചെറിയ ഇഡ്ഡലി ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരു 5-6 മിനിറ്റ് കൊണ്ട് ഇഡ്ഡലി പാകമായി കിട്ടും. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇഡ്ഡലി നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡ്ഡലിത്തട്ട് പുറത്തേക്ക് എടുത്ത് വെക്കാം. ഇപ്പോൾ ഇഡ്ഡലി കുറച്ച് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി അത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഒരു സ്പൂണോ ഒരു ചെറിയ കത്തിയോ ഉപയോഗിച്ച് നമുക്ക് ഇഡ്ഡലിനെ അടർത്തിയെടുക്കാം. ഇഡ്ഡലി എല്ലാം പാകമായി കഴിഞ്ഞ് ഇനി നമുക്ക് പൊടി ഇഡ്ഡലിക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഉഴുന്നുപരിപ്പ്, ഉണക്കമുളക്, കാശ്മീരി ചില്ലിപ്പൊടി. കാശ്മീരി ചില്ലി ഉപയോഗിക്കുമ്പോൾ പൊടി ഇഡ്ഡലിക്ക് നല്ല കളറും കിട്ടും, അധികം എരിവും ഉണ്ടാകില്ല. സാധാരണ മുളക് പൊടിയാണെങ്കിൽ അളവ് കുറച്ച് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. ഇനി വേണ്ടത് കടുക്, കറിവേപ്പില, ആവശ്യത്തിന് വെളിച്ചെണ്ണ. ഇനി നമുക്കൊരു പാൻ ചൂടാക്കാം. ചൂടായ പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കണം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് ഉഴുന്നുപരിപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കറിവേപ്പിലയും ചുവന്ന മുളകും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റണം. ഉഴുന്നുപരിപ്പ് ഒരു ബ്രൗൺ കളറായി വരുന്നത് വരെ വഴറ്റണം. ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വഴറ്റാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ എല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി സ്റ്റൗ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇതിലേക്ക് ലേശം കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. പൊടിയുടെ പച്ചമണം മാറുന്നവരൊന്ന് വഴറ്റിയാൽ മതി. പൊടി കൂടുതൽ കരിഞ്ഞു പോകരുത്. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഇഡ്ഡലിയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇഡ്ഡലി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. ഉപ്പ് നോക്കിയിട്ട് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഞാൻ ഇഡ്ഡലിക്ക് ഉപ്പ് ചേർത്തതായതുകൊണ്ട് പ്രത്യേകിച്ച് ഉപ്പ് ചേർത്തിട്ടില്ല.
നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ പൊടിയിടൽ റെഡിയായി കഴിഞ്ഞാൽ നമുക്കൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നമുക്കിതിന് പ്രത്യേകിച്ച് കറിയോ ചമ്മന്തിയോ സാമ്പാറോ ഒന്നും ഇല്ലെങ്കിൽ ഇതിന്റെ പുറത്ത് കുറച്ച് നെയ്യിട്ട് വേണമെങ്കിലും കഴിക്കാം. ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ ഒരു നല്ല റെസിപ്പിയാണിത്. നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമന്റും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയ റെസിപ്പിയുമായി നമുക്ക് കാണാം. താങ്ക് യു.